ഇനിയാണ് നിജം, ഇനി നിജം, ഇനി നിജം, ഇനി കാണാൻ പോകണതാണ് നിജം. ഇത് കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നത് നിജം. ഇത് അഭിനയമല്ല, ജീവിതമല്ലേ, കണ്ടു നോക്ക് വാലിബൻ. സൂപ്പർ. ചെവി പണ്ടിട്ടുണ്ട്. അടിപൊളി 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 അടിപൊളി. പാട്ട് കണ്ടോ? ലാലേട്ടൻ സൂപ്പർ. ജോജോ ശരിക്ക് മാറാൻ പ്ലാനില്ല, പ്രേക്ഷകർക്കും മാറാൻ പ്ലാനില്ല. ഒരു വലിയ ക്യാൻവാസിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെതായ കുറെ എന്റർടൈൻമെന്റ്. LJPയുടെ ടിപ്പിക്കൽ മൂവി തന്നെയാണ്. കുറച്ച് എന്റർടൈൻമെന്റ് ഫാക്ട്സ് കൂടി വരണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് പാർട്ടുണ്ട്, എന്തായാലും നോക്കാം. താങ്ക് യു. അതന്നെ പറയാനുള്ളത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല പടമാണ്. നല്ലായിരുന്നു. കൊള്ളാം കൊള്ളാം. കുഴപ്പമില്ല, അടിപൊളി. അടിപൊളി അടിപൊളി കൊള്ളാം കൊള്ളാം. വളരെ നന്നായിരുന്നു. കൊള്ളാട്ടാ, കൊള്ളാം. വെയിറ്റിംഗ് ഫോർ പാർട്ട് 2. കുഴപ്പമില്ല, ശോകം. അടിപൊളി, നല്ല ഫിലിമാണ്. ക്ലാസ് നല്ല മൂവിയാണ്. അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ പാട്ടിന് വേണ്ടി നോക്കാം, വെയിറ്റ് ചെയ്യും. കുഴപ്പമില്ല, ആവറേജ്. LJP പടം നല്ല ഉയർന്നു. നല്ല പടം പോരാ. LJP മൂവി കുഴപ്പമില്ല. അടിപൊളി പടം, സൂപ്പർ പടം. നാട് പൊളിച്ചില്ലേ, അടിപൊളിയല്ലേ. ഇത് കൊള്ളു. പിന്നെ പടം കണ്ടിട്ട് പറയാം, സൂപ്പർ പടം. കൊള്ളാം, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, കൊള്ളാം. LJP വിളിച്ച് കിടുങ്ങി. നല്ല പടം, ഒരു വെറൈറ്റി പടം, നല്ല പടം. പടം കുഴപ്പമില്ല, എന്താ പറയാ. അടിപൊളി, എല്ലാരും കണ്ടു നോക്ക്. കുറെ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഇത്രയും മാരക പെർഫോമൻസ് നമ്മൾ കാണുന്നത്. രാവിലെ നമ്മൾ കണ്ട
ആ ഒരു 6 മണിക്ക് നമ്മൾ എണീറ്റ് വന്നതിന്റെ നല്ല പുറത്തുണ്ട്. ഒടിയനും ബാക്കി ഇത്രയും ലാലേട്ടന്റെ പടങ്ങള് ഫ്ലോപ്പായതിന്റെ ഒരു ക്ഷീണം നമുക്ക് ഈ പടത്തിൽ തീർത്തിട്ടുണ്ട്. പിന്നെ നേരിന് ശേഷം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ എന്തായാലും ലാലേട്ടൻ നെക്സ്റ്റ് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല, എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായി, നല്ല രസമുണ്ട്. ഇവരൊക്കെയാണ് യഥാർത്ഥ ലാലേട്ടൻ ഫാൻസ്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാം നല്ല രസമുണ്ട്. ലാലേട്ടന്റെ പെർഫോമൻസ്, ലുക്സ് ആയാലും എല്ലാം നല്ല രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്രെയിം പറയേണ്ട കാര്യമില്ല, ലിജോ ചേട്ടന്റെ പടമല്ലേ, നല്ല ഫ്രെയിമിങ് കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. പടം നമ്മൾ ഇന്നാക്കുന്നുണ്ട്, നമ്മളെ ബോറടിപ്പിക്കാണ്ട് ലാഗ് അടിപ്പിക്കാണ്ട് നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. പടം ഗംഭീര പടം ചേട്ടാ. ലിജോ ജോസ് സാറിന്റെ ലാലേട്ടന്റെ കോംബോ അല്ല കിടിലം കോംബോ. മേക്കിംഗ് ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്താണെങ്കിൽ നമ്മളെ പടത്തിന്റെ അകത്ത് നമ്മൾ ശരിക്കും നമ്മൾ അതിന്റെ അകത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. അതായത് നമ്മളെ കഥേന്റെ അകത്ത് ശരിക്കും ഓരോ ഫ്രെയിം ഇതിലും ഫ്രെയിം ആണ്, ഈ LJP എടുത്ത് വെച്ച ഫ്രെയിം ഉണ്ടല്ലോ. പിന്നെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലോമുള്ള പടമാണ്. പക്ഷെ നമ്മൾ അത്രയും നല്ലൊരു പടം. ഇതിലേക്കാണ് നമ്മൾ ലാലേട്ടന്റെ പെർഫോമൻസ് കുറെ നല്ല, ഈ പടത്തിന് വെച്ചാൽ ഫൈറ്റും എല്ലാം ഓരോന്നും എല്ലാം നല്ല അടിപൊളി. സെക്കൻഡ് പാർട്ടും എല്ലാം നമ്മൾ LJP നല്ല രീതിക്ക് ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു. LJP അതേപോലെയാണ് നല്ല രീതിക്ക് വെച്ചാൽ മേക്കിംഗ് ആണെങ്കിലും എല്ലാ രീതിക്കും കളർ ഗ്രേഡിംഗ് എല്ലാം ടോപ്പ് നോച്ച് ടെക്നിക്കലാണ്. കാരണം നമുക്ക് ഒരിക്കലും നമുക്ക് ബോറടിക്കൂല. കാരണം നമ്മൾ ഈ പടത്തിന്റെ നമ്മൾ ശരിക്കും പിടിച്ചിരുന്നു. പിന്നെ അവരുടെ ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് ചെറിയ കാസ്റ്റിംഗ്, ചെറിയ പൈസ വെച്ച് ഇവര് നല്ല അടിപൊളി കാസ്റ്റിംഗ്. എല്ലാവരും എല്ലാ പെർഫോമൻസ് ആണെങ്കിൽ എല്ലാവരുടെ പെർഫോമൻസ് നല്ല രീതിക്ക് തന്നെ കൊണ്ട് നമുക്ക് ഒരു കിടക്ക് സാധനം നല്ലൊരു ത്രെഡ്, എല്ലാം അടിപൊളിയാണ്. രാവിലെ ഒന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് കണ്ടപടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് കാണുക. നമ്മൾ സ്ലോ ആയിട്ട് പടം പോലും നമ്മൾ അന്ന് ഇരുന്ന് പോലും അത്ര അടിപൊളി പടം. നമ്മൾ ശരിക്കും അതിനകത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ലിജോ ജോസ് പടം ഇതിന് ഏറ്റവും വലിയ നേര് വേണ്ട അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ആണ് ലാലേട്ടൻ. കാരണം എല്ലാവരും ലാലേട്ടനെ നല്ലപോലെ കളിയാക്കിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷനാണ് ലാലേട്ടൻ ഈ പടത്തിൽ തന്നിരിക്കുന്നത്. പറഞ്ഞാണ് പടം ഹിറ്റാവുന്നത്. അതേപോലെ തന്നെ എല്ലാവരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിയാക്ഷനാണ് ഈ പടം വന്നിരിക്കുന്നത്. പടം ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടൻ കുഴപ്പമില്ല, പടം പോയ പടം വിചാരിച്ചത്രയില്ല. എന്ത് പറയാനാ, നല്ല പടം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ആഘോഷത്തിമിർപ്പിലാണ് ഇപ്പോൾ തിയേറ്ററിൻ്റെ മൊത്തം. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു മാജിക്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു മാജിക് ഇന്ന് സംഭവിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞ. ടിസ്റ്റ് പറയാനുള്ള ഇനിയും കാണാത്തവരുള്ളതുകൊണ്ട് ഞാൻ ടിസ്റ്റ് പറയാനുള്ള, നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ മാജിക് സംഭവിച്ചു. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം, ഇതൊരു ലിജോ ജോസിന്റെ കറക്റ്റ് പടമാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല രീതിയിൽ അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ മോഹൻലാൽ സാറിന്റെ അഭിനയം എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇനി അതിൽ പ്രത്യേകിച്ച് പറയാനില്ല. എങ്കിലും അദ്ദേഹം കാഴ്ചവെച്ചേക്കുന്ന ആ അഭിനയം തികച്ചും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ തിയേറ്റർ മൊത്തം കണ്ടാൽ അറിയാൻ പറ്റും, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഓക്കെ, പടം മനോഹരമായിരുന്നു. നമ്മൾ ലാലേട്ടനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച രീതിയിൽ തന്നെ ലിജോ ജോസഫ് പടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ, ഒരു ആകാംക്ഷ, അത് നമുക്ക് പടത്തിൽ തന്നെ കാണാൻ പറ്റും. ഏറ്റവും എന്താ പറയുക, ഡയറക്ഷനും ക്യാമറ വർക്കും ലാലേട്ടൻ്റെ അഭിനയവും എല്ലാം സൂപ്പറായിരുന്നു. പടം നമ്മൾ പ്രതീക്ഷ രീതിയിലേക്ക് തന്നെ വന്നു. ഏറ്റവും സന്തോഷമുണ്ട്. വേറെ ലെവലാണത് പടം. നമുക്കത് ആ തിയേറ്ററിൽ നിന്ന് ആ എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. പടം രണ്ടും കൂടി കൂടിയൊരു വേറെ ലെവല് ലിജോ ജോസഫ് പടം അങ്ങനെ പറയാം. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ ഒരു വൈബ് വേറെ രക്ഷയില്ല. പടം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ മസ്റ്റ്. തിയേറ്റർ എക്സ്പീരിയൻസ് പടം ആ ഷൂട്ട് ചെയ്തേക്കണെങ്കിലും മേക്കിംഗ് ആണെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ എടുത്തു വെച്ചേക്കണത്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ഒരു ഒട്ടനവധി പ്രതീക്ഷകൾ ഉണ്ടാവുന്നല്ലോ, ആ പ്രതീക്ഷകൾക്കൊത്ത് പടം വന്നിട്ടുണ്ട്. അതെ, പക്കാ ലിജോ ജോസഫ് പടം. മോഹൻലാൽ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. പടം ജോസഫ് തന്നെ ഒരു രക്ഷയില്ല. നമ്മളാ ഒരു ഡയറക്ടറും ആക്ടറിന്റെയും പേര് പറഞ്ഞ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നൊരു സമയമാണ്. ആ സമയത്ത് മോഹൻലാൽ ജോസ് കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കുറെ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് ആൾക്കാർ വന്നത്. പടത്തിന്റെ എന്തായിരിക്കും എന്ന് പറയാൻ ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ലാലേട്ടൻ വേറെ ലെവലാണ്. ക്ലൈമാക്സിലൊക്കെ നമ്മൾ പറയാൻ
വാക്കുകളില്ല, അത്രയും മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ലിജോസ് പല്ലിശ്ശേരി പറഞ്ഞ പോലെ ഒരു ലിജോസ് പല്ലിശ്ശേരി യൂണിവേഴ്സിറ്റി ഒക്കെ പറഞ്ഞ പോലെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇത് ക്രൗഡഡ് ആദ്യമായിട്ട് നിൽക്കണതല്ല, നമ്മളിത് ഒരുപാട് പടത്തിന് ഇതിന്റെ 4 തിരക്കിന്റെ മരക്കാരൻ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തിരക്കിന് വന്നപ്പോൾ നമുക്ക് ക്രൗഡഡ് ഒന്നും നമ്മളിത് എപ്പോഴും കൊണ്ടുവരിക്കാം. പിന്നെ നമ്മൾ കാണാൻ പോണത് നമ്മൾ അത്രയും നേരം ആഗ്രഹിക്കുന്ന ആരാധിക്കുന്ന ഒരാളെ നമ്മുടെ സ്ക്രീനിലേക്ക് കാണണം. അതിനുവേണ്ടി മണിക്കൂറുകളല്ല, വർഷങ്ങൾ വേണമെങ്കിൽ നമ്മൾ കാത്തിരിക്കാൻ. നമ്മളെ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് ഒരു പടം കിട്ടിയുള്ളൂ. കഴിഞ്ഞ ഒരു വർഷം 2023 നമുക്ക് കിട്ടിയത് ഒറ്റ പടമാണ്. അതുപോലെ നമ്മൾ കാത്തിരിക്കുകയാണ് പുള്ളിയുടെ ഒരു വേറൊരു വേർഷൻ കാണാൻ വേണ്ടിയിരുന്നു. ലാലേട്ടനെ ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് LJP കാണിച്ചു തന്നു. അതാണ് ലാലേട്ടൻ പറഞ്ഞല്ലോ, സിനിമയുടെ ഗ്രാമർ തന്നെ മാറ്റി എഴുതിയ ഒരു സിനിമയായിരിക്കും. അതായിരുന്നു ഇത്. ലാലേട്ടനെ ഇതുവരെ യൂസ് ചെയ്ത ഡയറക്ടർമാർ പഠിക്കേണ്ട കാര്യമാണ്. ലാലേട്ടൻ ഇങ്ങനെയും യൂസ് ചെയ്യാം എന്നൊരു പഠിക്കേണ്ട ഒരു സിനിമയായിരുന്നു ഇത്. വാലിബൻ ലാലേട്ടൻ അല്ലാണ്ട് നമുക്ക് വേറൊരാളെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ലാർജർ ദാൻ ക്യാരക്ടറാണ്. നമ്മൾ ആ ക്യാൻവാസിൽ നമ്മൾ ആ പുള്ളിനെ കാണുമ്പോൾ വേറൊന്നും നമുക്ക് തോന്നുന്നില്ല. 100% വാലിബനായി അവിടെ നിൽക്കാൻ പുള്ളിക്കത് പറ്റിയിട്ടുണ്ട്. അതെ, നമുക്ക് മലയാളത്തിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് പടം എടുക്കണം, നല്ലൊരു വമ്പൻ അടിയൊക്കെ വെച്ചിട്ടുള്ള ആക്ഷൻ ഓറിയന്റഡ് പടം എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു നടൻ ലാലേട്ടനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലാർജർ ദാൻ ക്യാരക്ടർ ചെയ്യാനും ഫലിപ്പിക്കാനും അത് ലാലേട്ടന് മാത്രമാണ്. ലാലേട്ടൻ വന്ന് നിന്നിട്ട് ഒരു 1000 പേരെ അടിച്ചാലും നമ്മൾ അടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടനെ കൊണ്ട് അത് പറ്റും, നമുക്ക് അറിയാം, മലയാളികൾക്ക് അറിയാം. അതുകൊണ്ട് ലാലിബനായി നമുക്ക് വേറൊരു ഈ കഥ എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിൽ വന്നത് മോഹൻലാലാണെന്ന് ലിജോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ അല്ലാണ്ട് വേറൊരാളില്ല. അത് ഹിന്റ് വെക്കണമല്ലോ നമുക്ക്. നമ്മളിത് ഇപ്പോൾ പടം ഇറങ്ങണതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അറിഞ്ഞ കാര്യം നമുക്ക് വിഷ്വലി കാണുമ്പോൾ നമുക്ക് അറിഞ്ഞ കാര്യമാണ് വരുന്നതെന്നല്ല, അതും നമുക്കൊരു ക്യൂരിയോസിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇരുന്ന് സീറ്റ് എഡ്ജിൽ ഇരുന്ന് ആ മൊമെന്റ് എന്തായിരിക്കും എന്നുള്ള ആ ഒരു ത്രില്ലിങ് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇതൊരു ഫ്രഷ് ആകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയണമെങ്കിൽ ഒരു 2 വട്ടമൊക്കെ കാണണം. അപ്പോൾ ഈ സിനിമ എന്താന്നുള്ളത് നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള സിനിമയായി മാറും. ലാലേട്ടൻ തകർത്തതല്ല, ഇനി ഈ മലക്കോട്ട വാലിബൻ ആയിരിക്കും മലയാള സിനിമയുടെ ബെഞ്ച് മാർക്കായിട്ട്. ഇനിയിപ്പോ പറയാലോ, മലക്കോട്ട വാലിബന് മുമ്പും മലക്കോട്ട വാലിബന് ശേഷം എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് എടുക്കും.